എൻ്റെ പേര് മൈക്കിൾ ജോയ്. ഞാൻ തോപ്പുംപടി സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടഭാഗമാണ്. ഞാൻ 2018 ഈ പരിശുദ്ധ കൃപാസന സന്നിധിയിൽ എത്തുന്നത്. ഒരു കൃപാസനം പത്രം എൻ്റെ കയ്യിൽ ലഭിച്ചതോടെയാണ് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള കൃപ ഈ കൃപാസനത്തിലൂടെ എനിക്ക് ഉണ്ടായത്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ കൃപാസനത്തിന് വന്നതുകൊണ്ട് മാത്രം എനിക്ക് ഒരുപാട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ. അതിൽ ഒന്നോ രണ്ടെണ്ണം ഞാനിവിടെ പറയുകയാണ്. ഞാനൊരു ഫിനാൻസ് മാർക്കറ്റിംഗ് ആണ്, എൻ്റെ കൺസൾട്ടൻസിയാണ്, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ 2011 മുതൽ എൻ്റെ വീടിൻ്റെ മേളിലേക്കുള്ള 2ാം നില എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം ശ്രമിക്കുമ്പോഴും അത് നടക്കാറില്ലായിരുന്നു. പക്ഷേ ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്യും. പക്ഷേ ഞാൻ വിചാരിക്കുന്ന രീതിയിലൊന്നും കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. 2024 2ാം മാസത്തോടെ ഞാൻ പരിശുദ്ധ ഉടമ്പടിയിൽ ഞാൻ ഈ കാര്യം അമ്മയോട് അവതരിപ്പിച്ചു. വിത്തിൻ 2 months എനിക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കൃപകളും അമ്മ എനിക്ക് അതിനൊരുക്കി തന്നു. ഞാൻ വളരെ നല്ലൊരു ഭവനം, അതായത് എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു നല്ല ഭവനം എനിക്ക് തീർക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയോടുകൂടി എനിക്ക് സാധിക്കുകയും അതോടുകൂടി അതിനുള്ള എല്ലാ സാമ്പത്തികവും എനിക്ക് എൻ്റെ ബിസിനസ്സിലൂടെ എനിക്ക് എൻ്റെ അമ്മ തരികയും ചെയ്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. രണ്ടാമത്, ഞാൻ 2018 മുതൽ ഇവിടെ 2 വീലറിലാണ് ഞാനും എൻ്റെ വൈഫും കൂടി വന്നുകൊണ്ടിരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ യാത്ര വൺ സൈഡ് ഉണ്ടാവാറുണ്ട്. ഈ കഴിഞ്ഞ 2024 ഒരു വൈഫിന് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ബൈക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു പഴയ ഒരു വാഹനം, ഒരു കാറ് വാങ്ങിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചു. പക്ഷേ 90 ദിവസം തികയുന്നതിന് മുന്നേ ആയിട്ട് എനിക്കൊരു പുതിയ വാഹനം വാങ്ങിക്കാനായിട്ട്, അതായത് ഞാൻ വാങ്ങിച്ചത് i20 ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടിയാണ് വാങ്ങിച്ചത്. ഞാൻ സാധാരണഗതിയിൽ എനിക്ക് ലോൺ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, എനിക്ക് ലോൺ എടുത്ത് വണ്ടി വാങ്ങിക്കാനുള്ള അതിനുള്ള മാനസികാവസ്ഥയില്ല, കാരണം എല്ലാ മാസവും ലോൺ അടക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ആ ഒരു 3 months കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ആ ഫണ്ട്, എൻ്റെ അമ്മ ഒരു കാർ വാങ്ങിക്കാനുള്ള ഫണ്ട് എനിക്ക് തന്നിട്ടാണ് ഞാൻ ഷോറൂമിലേക്ക് പോയത്. ആ അമ്മ എനിക്ക് സെപ്റ്റംബർ 8-ാം തീയതി, പരിശുദ്ധ അമ്മയുടെ ജന്മദിനമായ സെപ്റ്റംബർ 8-ാം തീയതി ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഞാൻ വണ്ടി വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ കാറ് വാങ്ങിച്ചെങ്കിലും എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ലൈസൻസ് ഉണ്ട്, എങ്കിൽ പോലും എനിക്ക് ഡ്രൈവിങ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ മനസ്സിൽ കണ്ട പോലെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. ഞാൻ വണ്ടി വാങ്ങിച്ച് വീട്ടിലിട്ട് പല രാത്രികളിലും ഞാൻ പല ആളുകളുടെ കൂടെ ഞാൻ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി വണ്ടി ഓടിക്കാൻ ശ്രമിക്കും, പക്ഷെ നടക്കാറില്ല. പലപ്പോഴും 3-4 പേര് എൻ്റെ ഒപ്പം വന്നിട്ട് അവരെല്ലാം എന്നോട് ദേഷ്യപ്പെട്ട് പോകാനുണ്ടായത്. അവർ പറയുന്നത് പോലെ വണ്ടി ഓടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഓരോ ദിവസവും വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്ന രാത്രിയിൽ വണ്ടി ഓടിക്കാൻ പോകണം. അപ്പോൾ കുഞ്ഞു കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. ബാത്റൂമിൽ പോകാൻ തോന്നുന്നു, അങ്ങനെയുള്ള ഓരോരോ ഉള്ളിൽ നിന്നും വേർക്കലും പിടിക്കലും ഒക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേർത്ത്, AC വണ്ടിയാണെങ്കിലും ഞാൻ വേർത്ത് പോകുമായിരുന്നു, എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയോളം വണ്ടി വീട്ടിലിട്ടപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, എന്തിനാണ് ഇത് വാങ്ങിച്ചിടാൻ പോയത്, ഇത് എന്തിനു കൊണ്ട് ഇട്ടിരിക്കുകയെന്നൊക്കെ ചോദിച്ചു. ഞാൻ മാനസികമായിട്ട് തളർന്നു പോയി. എൻ്റെ മോനും പറഞ്ഞു, ഇത് എന്തിനു വേണ്ടി വാങ്ങിച്ചു? അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി വാങ്ങിച്ചാണ്, പക്ഷേ എനിക്ക് വേണ്ടിയാണെന്ന് അവൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ വന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ
ഈ ഒരു 2-3 ദിവസം കൊണ്ടിട്ട് ഞാൻ വണ്ടി എനിക്ക് നന്നായിട്ട് പഠിക്കാനും വണ്ടി റോട്ടിൽ ഇറക്കി ഓടിക്കാനുമുള്ള കൃപ എനിക്ക് തരണം ഇത്. കാരണം ഞാൻ അമ്മയോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത്. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഏകദേശം 2-3 മണിക്കൂർ ഞാൻ ഈ പരിശുദ്ധ തിരുസന്നിധിയിൽ ഞാൻ ഇരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, വണ്ടിയിൽ കയറിക്കോളാൻ പറഞ്ഞു. വണ്ടി ഞാൻ മുന്നോട്ടെടുത്തു. എല്ലാ ഇട റോഡുകളിലും വലിയ റോഡുകളിലൊക്കെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. യാതൊരു ഭയപ്പാട്. ഞാൻ പരിശുദ്ധ അമ്മയോട് എൻ്റെ വണ്ടിയുടെ അകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് മുന്നിലും പുറകിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, അമ്മയായിരിക്കും വണ്ടി ഓടിക്കുന്നത്, എന്നെ കാത്തുകൊള്ളണം. അതോടൊപ്പം ഞാൻ വണ്ടി എടുക്കുമ്പോൾ പരിശുദ്ധ തൈലം ഞാൻ വണ്ടിയുടെ മുന്നിലും സൈഡിലും കോർണറിലും എല്ലാ ഭാഗത്തും ഞാൻ ഇടായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ എൻ്റെ അടുത്ത് പറയും, എണ്ണ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല, വണ്ടി നല്ല രീതിയിൽ ഓടിച്ചാൽ മതി എന്ന് പറയും. അപ്പം ഞാൻ ചിരിക്കും. പക്ഷേ എൻ്റെ വണ്ടി ഓടിക്കുന്നത് ഞാൻ എവിടെ പോയാലും എത്ര ദൂരെ പോയാലും എനിക്കിപ്പോൾ യാതൊരു ഭയമില്ല. 4 ദിവസം 5 ദിവസം കൊണ്ടിട്ട് കിലോമീറ്ററുകളോളം എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് എൻ്റെ കൃപാസന അമ്മ എനിക്ക് അതിനുള്ള കൃപ തന്നു. ഞാനിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കൊരു 2 വീലറുണ്ട്. ആ 2 വീലർ 2,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നത് 2 ലക്ഷം കിലോമീറ്റർ ഞാൻ കൃപാസനത്തിന് വന്നത് മാത്രം ഓടി വന്നതാണ്. ഇപ്പം എൻ്റെ പുതിയ കാറ് ഈ 3 മാസം സെപ്റ്റംബറിലാണ് ഞാൻ വണ്ടി എടുത്തത്. ഈ 3 മാസം കൊണ്ട് 3,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ 3,000 കിലോമീറ്റർ എൻ്റെ പരിശുദ്ധ അമ്മയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണത്. അതിനുള്ള കൃപ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന്. പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ഒരിക്കലും സ്റ്റാറ്റസ് ഇടാറില്ലായിരുന്നു. ആ സ്റ്റാറ്റസിൽ എൻ്റെ പരിശുദ്ധ അമ്മയുടെ സ്റ്റാറ്റസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അപ്പം ഞാൻ അതിന് താഴത്ത് ഞാനൊരു ക്യാപ്ഷൻ കൊടുക്കും, എൻ്റെ കൃപാസന അമ്മ എന്ന്. അപ്പം ഞാനിവിടെ പലപ്പോഴും വരുമ്പോഴേക്കും എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് നിൻ്റെ കൃപാസന അമ്മേ, അതെവിടുത്തെ അമ്മയാണെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് പറയും, എൻ്റെ സ്വന്തം അമ്മയെ പോലും എൻ്റെ അമ്മയെന്ന് എനിക്ക് വിളിക്കാനുള്ള അവസരം എനിക്ക് വളരെ കുറവായിരുന്നു. പരിശുദ്ധ കൃപാസനമ്മയുടെ ഈ പരിശുദ്ധ സന്നിധിയിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൃപാസനമ്മ എൻ്റെ അമ്മയെന്ന് ഞാൻ വളരെ സ്വരത്തിൽ ഞാൻ വിളിച്ചപേക്ഷിക്കും. അതിനുള്ള കൃപ എൻ്റെ ബിസിനസ്സിലാണെങ്കിലും എൻ്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ഭാര്യയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് ഈ പരിശുദ്ധ സന്നിധിയിൽ വന്നതിന് ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല പല പ്രശ്നങ്ങളിൽ നിന്നും പല അപകടങ്ങളിൽ നിന്നും എന്നെ പരിശുദ്ധ അമ്മ കാത്തു പരിപാലിച്ചിട്ടുണ്ട്, എന്നെ എൻ്റെ കുടുംബത്തെയും. ഞാൻ ചാരിറ്റിയായിട്ട് ചെയ്യുന്നത്, ഞാൻ കൃപാസനം പത്രം പല സ്ഥലങ്ങളിൽ 50-60 കിലോമീറ്ററിൽ 2 വീലറിൽ പോയിട്ട് ആരും കയറാത്ത ഉൾപ്രദേശങ്ങളിൽ കാടിനിടയിലൂടെയൊക്കെ ഇടവഴിയിലൂടെ കയറി ഞാൻ ഒരുപാട് ഞാൻ ഇവിടെ നമ്മൾ പുതുക്കുമ്പോൾ 3 കെട്ട് 10 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യവും വന്നിട്ട് 3 കെട്ട് 10 കെട്ട് അങ്ങനെയുള്ള രീതിയിൽ ഞാൻ കൊണ്ടുപോയി എല്ലാ ഉൾപ്രദേശങ്ങളിലും. ഞാൻ പലരും എന്നോട് കഴിഞ്ഞ മാസം എന്നോടൊരു ചേച്ചി പറഞ്ഞു പത്രം കൊടുത്തപ്പോൾ, ഇതെല്ലാം കൃപാസനമെല്ലാം പൂട്ടിക്കെട്ടേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ? ആരോ പറഞ്ഞു ഇങ്ങനെ മാതാവ് സഹരക്ഷയാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മയോട് വിവരിച്ചു കൊടുത്തു, ആ ചേച്ചിയോട് വിവരിച്ചു കൊടുത്തു. ഒരുപാട് ആളുകളെ അതിനിടയിൽ കൂട്ടിയിട്ട് ഒരുപാട് എനിക്ക് നെഗറ്റീവായിട്ട് കമൻസൊക്കെ പാസ്സാക്കിയെങ്കിലും അവരെല്ലാവരെയും ഓവർകം ചെയ്തുകൊണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ടും, അതോടൊപ്പം ഞാൻ പത്രം കൊടുത്ത ആ ചേച്ചി ആ പത്രം സ്വീകരിക്കുകയും അവർ സന്തോഷത്തോടെ എന്നെ പറഞ്ഞയക്കും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഈ പത്രം കൊടുക്കുന്നതിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി പോയപ്പോൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കുറച്ച് കെട്ട് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് വേളാങ്കണ്ണിയിൽ തമിഴ് പത്രം കൊണ്ടുപോയി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ പലരോടും, ഞാൻ ഒറ്റയ്ക്കാണ് പത്രം കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പലരോടും പറയും, ഞാൻ അമ്മയുടെ പരിശുദ്ധ കൃപാശ്രമയുടെ പ്രേഷിതനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും നിൻ്റെ ജോലി എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു പ്രേഷിത പ്രവർത്തകനാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ ഞാൻ ചാരിറ്റി ചെയ്യുന്നത്, ഞാൻ പലർക്കും എല്ലാ മാസവും
മരുന്ന് വാങ്ങിക്കാനും ഭക്ഷണത്തിനുള്ള വകയും ഞാൻ പല സ്ഥലത്തായിട്ട് പലർക്കായിട്ട് കൊടുക്കാറുണ്ട്. അതുകൂടാതെ ഞാൻ കുഞ്ഞു മക്കൾക്ക്, അതായത് വസ്ത്രങ്ങളില്ലാത്ത കുഞ്ഞുമക്കൾ, ഭക്ഷണത്തിന് വിഷമിക്കുന്ന കുഞ്ഞുമക്കൾ, ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ നല്ല ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് കഴിക്കണം. ഞാൻ അവർക്കെല്ലാം നല്ല ചോക്ലേറ്റ്, അതായത് സിൽക്കി അങ്ങനെയുള്ള നല്ല മിഠായികളൊക്കെ വാങ്ങിച്ചു, വില കൂടിയ മിഠായികളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഞാനൊരു കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടൊരു സംരംഭം ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ജോലിയെടുത്തു, എൻ്റെ പണം കൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കുക, അവർക്ക് വേണ്ടിയിരുന്ന ഭക്ഷണ കാര്യങ്ങൾ കൊടുക്കുക, ഡ്രസ്സുകൾ കൊടുക്കുക. ഇതെല്ലാമാണ് എൻ്റെ ചാരിറ്റിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഞാൻ പരിശുദ്ധ കൃപാസനത്തിൽ വന്നത് മുതലാണ് ഞാൻ പള്ളിയുടെ അകത്ത് കയറാൻ തുടങ്ങിയതും കൊന്ത എത്തിക്കാൻ തുടങ്ങിയതും. ഇന്ന് ഞാൻ ഒരു ദിവസം ചിലപ്പോൾ 10 കൊന്ത വരെയൊക്കെ ഞാൻ ചെല്ലാറുണ്ട്. ഒരു കൊന്ത പോലും എത്തിക്കാതിരുന്ന ഞാനാണ്. അതിനുള്ള കൃപ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. പിന്നെ കൂടാതെ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരുപാട് പേര് കൂടി നിൽക്കുന്നിടത്താണെങ്കിലും പരിശുദ്ധ കൃപാശ്രമയുടെ ആ ഒരു പേര് ഞാൻ അവിടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യാറുള്ളൂ. പിന്നെ പലരോടും ഞാൻ ഒരുപാട് പേര് ഞാനിവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പലർക്കും പല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വന്നു പോയിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും ഞാൻ പലരെയും ഇവിടെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പരിശുദ്ധ കൃപാസനമ്മ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഞാൻ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് ആ സമയത്ത് എൻ്റെ അമ്മ തന്നു. നല്ല രീതിയിൽ ഉള്ളിലെല്ലാം നല്ല ഇൻറ്റീരിയറിലൊക്കെ ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു. അതിനുശേഷം എൻ്റെ വീടിന് ഞാനൊരു പേര് വിട്ടു, കൃപാസനം. ആ വീടിൻ്റെ മുന്നിൽ ആര് പോയാലും കൃപാസനം എന്നൊരു ആ പേര് ഉച്ചരിച്ചാൽ മാത്രമേ ആ സൈഡ്, കാരണം ഒരു റോഡിൻ്റെ കോർണറിലായിട്ടാണ് നിൽക്കുന്നത്, ഫ്രണ്ടിലെ റോഡാണ്. എല്ലാവരും ഇതെല്ലാം വായിച്ചതിന് ശേഷം ആണ് പോകുന്നത്. കൃപാസനം എല്ലായിടത്തും കൃപാസനം. ഞാൻ എൻ്റെ നാവിൽ ഞാൻ ഒരു നിമിഷം എൻ്റെ ശ്വാസം വിടുമ്പോൾ പോലും ഞാൻ എൻ്റെ കൃപാസനം എന്ന് ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്. ഉറക്കത്തിലും ഊണിലും എവിടെ നിന്നാലും ഇരുന്നാലും എപ്പോഴും പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ, എൻ്റെ നിഴലായിട്ട് എപ്പോഴും എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മക്കളോടൊപ്പം ഉണ്ട്, എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ട്, ഞാൻ സഹായിക്കുന്ന മക്കളോടൊപ്പം ഉണ്ട്. ദൈവത്തിന് നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഉടമ്പടിയിൽ ജീവിക്കുന്ന മൈക്കിൾ ജോയ് എന്ന ഈ സഹോദരൻ തൻ്റെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഈ സഹോദരൻ വളരെ ദേവാലയത്തിൽ നിന്നും, ദേവാലയ ശുശ്രൂഷകളിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും അകന്നു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ ആകർഷിച്ചുകൊണ്ട് വചനം പറയുന്നത് പോലെ, ഞാൻ അവളെ വശീകരിച്ച് വനാന്തരങ്ങളിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും, ഞാൻ അവൾക്ക് ആക്കോർ താഴ്വര നൽകുമെന്നെല്ലാം നാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഇന്ന് അദ്ദേഹം വളരെ സമൃദ്ധമായ ആധ്യാത്മികതയുടെ സമൃദ്ധിയിൽ അദ്ദേഹം മുങ്ങിത്താഴുന്ന ഒരു അനുഭവത്തിലാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഇന്ന് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറയാൻ മാത്രമുള്ള ഒരു ആധ്യാത്മിക ഡിസിപ്ലിൻ, ഒരു വിശ്വാസവും വിശ്വസ്തതയും അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീടുപണി പൂർത്തിയാകാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം കൊച്ചുകുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. വാഹനം ഓടിക്കാൻ സാധിക്കാതെ വന്നപ്പോഴും കൊച്ചുകുഞ്ഞിനെ പോലെ തന്നെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് സാധിക്കുന്നില്ലല്ലോ. ഈശോ തന്നെ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ആത്മാവിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. നാം ആത്മാവിൻ്റെ ശുദ്ധിയോടുകൂടി ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്വർഗം തന്നെ കാണുവാനായിട്ട് നമുക്ക് ഈശോ ഇടവരുത്തുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ പോലെയാകുമ്പോൾ നാം ഈശോ നമുക്കെല്ലാം പ്രദാനം ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കാം. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ്, ഒരു ഫിനാൻസ് മാർക്കറ്റിംഗ് പേഴ്സണാണ് അദ്ദേഹം. വളരെ വലിയ ഒരു പദവി സമൂഹത്തിലുണ്ടെങ്കിലും അതിനെയെല്ലാം ആ സ്റ്റാറ്റസ് ലോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
സ്റ്റാറ്റസ് വളരെ ചെറുതാക്കിയപ്പോഴാണ് പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയാനുള്ളൊരു വലിയ കൃപ ലഭിച്ചപ്പോഴാണ് അദ്ദേഹം അടിക്കടി ഉയർന്നുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും കാരുണ്യ പ്രവൃത്തികളുടെയും നിലവാരം ഉയർത്തുകയും അന്വേഷിച്ച് കണ്ടെത്തി പത്രം കൊടുക്കുവാനും ഈശോയെ അറിയിക്കുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനൊക്കെയുള്ള വലിയ കൃപ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളി, ഉടമ്പടി എടുക്കുമ്പോഴുള്ള നമ്മുടെ വിളിയെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് എപ്പോഴും മുന്നേറുന്നതിനും നിത്യതയോളം ഈശോയെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവർക്ക് നിത്യതയുടെ വഴി കാണിച്ചു കൊടുക്കുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മൈക്കിൾ ജോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.